എന്റെ പേര് അയ്യൂബ്. എന്റെ സ്ഥാപനത്തിന്റെ പേര് ഫേമസ് ഇൻഡസ്ട്രിയിൽ കേരളം കാരപ്പുറം. ഞാൻ ഈ മേഖലയ്ക്ക് വന്നിട്ട് ഏകദേശം ഒരു 25 വർഷമായി. ഞാൻ മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പഠിക്കാനും അങ്ങനെ ചെലവഴിച്ചു കുറച്ച് ടൈം. അതിന്റെ പേരിൽ അങ്ങനെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കേണ്ടി വന്നു. സ്ഥാപനമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 22 വർഷം. ഇപ്പൊ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് വെയർ ഹൗസ്, പിന്നെ അതേപോലെ തന്നെ ഷട്ടർ വർക്ക്, റോളിംഗ് ഷട്ടർ, വീടിന്റെ ഡോർ ഫ്രെയിം, വിൻഡോസ്, ഷീറ്റ് വർക്ക്, ഡ്രസ് വർക്ക്, അതുപോലെ തന്നെ ഗേറ്റ്, ഗ്രിൽസ്, അങ്ങനെയുള്ള വർക്കാണ് ചെയ്യുന്നത്. അത് നമ്മളെ എഞ്ചിനീയർ ഉണ്ട്. എഞ്ചിനീയർ വെച്ചിട്ട് നമ്മള് പ്ലാനും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യും വർക്ക്. നമ്മളിതിൽ പില്ലറായിട്ട് കൊടുക്കുന്നത് ടാറ്റ GI ആണ്. അതുപോലെ തന്നെ ഡ്രസ് 16 ഗേജിന്റെ അപ്പോളോ ബ്രാൻഡഡ് പൈപ്പായിട്ട് അങ്ങനെ കൊടുക്കും. അല്ലല്ല, അന്നൊക്കെ പറഞ്ഞാൽ എം എസ് മെറ്റീരിയൽ ആയിരുന്നു. അത് പിന്നെ ഒരു ഇപ്പൊ ആ മെറ്റീരിയൽ അവൈലബിൾ അല്ല പൊതുവെ. ഇപ്പൊ GP GI ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ ടെക്നോളജി നല്ല ഉഷാറായില്ലേ, അതുകൊണ്ട് അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെയിനും കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പോലും വെയർഹൗസ് ഒക്കെ വലിയ ഒരു ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റിന് മുകളിലെ വെയർഹൗസ് ഒക്കെ അത്യാവശ്യം നല്ല റിസ്ക് ആയിട്ട് വരും. അതിപ്പം നമ്മളൊരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വെയർഹൗസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 മന്ത് ഒക്കെയാണ് വരിക. അല്ല, കംപ്ലീറ്റ് ആയിട്ട് പ്ലിന്ത് മുതൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ. അങ്ങനെ ഓരോ പ്രൊജക്ടിനനുസരിച്ച് റൂട്ട്സ് ഉണ്ട്. വെയർഹൗസ് ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 20 ഫീറ്റാണ് ഹൈറ്റ് വേണ്ടിയത്. ഓൾ കേരളം മൊത്തം കേരളത്തിന്റെ പുറത്തുണ്ട്. നമ്മൾ ഊട്ടി, അതുപോലെ തന്നെ കോയമ്പത്തൂര് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 20 വർഷമായില്ലേ. അപ്പൊ നമ്മള് സ്ഥാപനമായിട്ട് തുടങ്ങിയിട്ട് അത് നമ്മള് രജിസ്ട്രേഷനും കാര്യങ്ങളും അങ്ങനെ SSI രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ ആ ബേസിലൊക്കെ ആയിട്ട് നമ്പർ അങ്ങനെ സ്പ്രെഡായി പോവും. പിന്നെ ബന്ധങ്ങള് ഓരോ സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ അവര് നമ്പർ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ശരിയാവും. എനിക്ക് ഞങ്ങളിപ്പോൾ ഒരു 10 ആൾക്കാരുണ്ട് നിലവില്. പിന്നെ വെയർ ഹൗസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് കുറച്ച് ആൾക്കാരെ വിളിക്കും. പിന്നെ അനിയുണ്ട് കൂടെ നിന്നിട്ട്, പിന്നെ കട്ടക്കായിട്ട് സപ്പോർട്ടായിട്ട് അനിയുണ്ട്. പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ പോണത്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കോമ്പറ്റീഷൻ ഒരു വിഡ്ഢിത്തരാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. കാരണം നമ്മൾ മറ്റൊരാളോട് കോമ്പറ്റീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ പോവുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് നല്ല വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. കോമ്പറ്റീഷന്റെ ആവശ്യം വരുന്നില്ല ശരിക്കും. വ്യത്യാസം എന്ന് പറഞ്ഞാല് വിദേശത്തൊക്കെ IBM വലിയ സ്ട്രക്ചർ വർക്കുകളാണ്, പൈപ്പ് ലൈൻ വർക്ക്. അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് നമ്മള് ചെറിയ വർക്കല്ലേ വരുന്നത്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. വിദേശത്ത് പോകുമ്പോഴാണ് വലിയ വർക്കുകൾ നമ്മൾ ചെയ്ത് വലിയ വെയർ ഹൗസും കാര്യങ്ങളും വിദേശത്താണ് കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് വരതു തുടങ്ങി. ഓരോ കമ്പനിക്കാരങ്ങനെ വെയർ ഹൗസ് ആയിട്ട് ചെയ്യൽ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പൊ പൊതുവെ ഒരു വീട്ടിന് പറഞ്ഞാൽ ഒരു 60% ഇൻഡസ്ട്രിയൽ വർക്കാണ് വരുന്നത്. ബാക്കിയുള്ള 40% ഉള്ളൂ കോൺക്രീറ്റ് വർക്കായിട്ട് വരുന്നത്. അപ്പം കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ്. വേറെ ഞാൻ കാര്യമായിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊരു ഫീൽഡൊന്നും ഇല്ല. ഫാമിലി വൈഫുണ്ട്, ഫാദർ, മദർ, കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്. ഒക്കെ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ലാതെ. സ്ഥാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീം, നമ്മള് വർക്കിലൊന്ന് ഉഷാറാവണം, മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വർക്ക് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഒന്ന് അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പുതിയതായിട്ട് വരിക എന്ന് പറഞ്ഞാൽ സത്യത്തിലും പുതിയ ആൾക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും ആരും തിരിച്ചറിയണില്ല. നല്ലൊരു മേഖലയാണ് ശരിക്കും ഇത്. നല്ലൊരു ഇൻകം കണ്ടെത്താൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ ഫീൽഡ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പല കാരണങ്ങൾ കൊണ്ടും ആൾക്കാർ ഇത് അതിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് കടന്നു വരുന്നുള്ളൂ. പേര് യാക്കൂബ്. പഴയ കാലത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ. അന്ന് ആശാരിമാര് മരം വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വാതിൽക്കട്ടില്, ജനല്, അതുപോലെ ബിൽഡിങ്ങില് തന്നെ മൊത്തമായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഇൻഡസ്ട്രി ഫീൽഡ്
ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹാൻഡ് റെയില് അന്നത്തെ കാലത്തൊക്കെ പഴയ കാലത്തൊക്കെ മരം കൊണ്ടായിരുന്നു കൂടുതൽ യൂസിങ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കാസ്റ്റ് അയണിലേക്ക് മാറി. ഇപ്പൊ അത് സ്റ്റീലിലോട്ട് മാറി. ഇപ്പൊ ട്രെൻഡിങ് സ്റ്റീല് വിത്ത് നമ്മുടെ GP ഒക്കെ മെറ്റീരിയലിലാണ് കൂടുതലും വർക്ക് വരുന്നത്. അത് സമയത്ത് ഒരു 4-5 വർക്കുകൾ നമുക്ക് ചെയ്യാൻ കഴിയും പല സൈറ്റുകളിലായിട്ട്. അതെ അതെ. ഇതിന്റെ പില്ലറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൈറ്റ് നമ്മുടെ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്യും. പിന്നെ അവിടെ പിന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടുന്ന് ക്രെയിനും കാര്യങ്ങളും സംവിധാനങ്ങൾ ചെയ്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യും. ഡ്രസ് വർക്കൊക്കെ അവിടുന്ന് ചെയ്യാം, സൈറ്റിൽ നിന്ന് ചെയ്യാം. ഇപ്പോ ലേബേഴ്സിന്റെ നല്ല ലഭ്യത കുറവ് നല്ലോണം ഉണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന് ഈ ഒരു മേഖലയ്ക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് ഇല്ല. ലൈൻ വർക്കും കാര്യങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും കുഴപ്പമില്ല, നല്ലൊരു മേഖല തന്നെയാണ്. ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ആവറേജ് ഇൻകം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയാണിത്. മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഉയർച്ച നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. വെൽഡിംഗ് ജോബിനെ കുറിച്ച് ഒന്നും ഇപ്പോഴത്തെ തലമുറക്ക് അറിയായിട്ടായിരുന്നു. കാര്യമായിട്ട് ഇപ്പോ വിദേശത്തൊക്കെ ഒരുപാട് ജോബ് വേക്കൻസിയിലെ ഒരു ഫീൽഡാണ് വെൽഡിങ്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക്, ഇപ്പോഴത്തെ ഈ വെൽഡിംഗ് ഫീൽഡിലേക്ക് ഇപ്പോഴത്തെ തലമുറ കടന്നു വരുന്നില്ല. ഒരുപാട് വിട്ടുനിന്ന് കാട്ടാണ് ഇപ്പൊ വേറെ മേഖലയിലേക്കാണ് അവര് മൊബൈലൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് ആ ഒരു മേഖലയിലേക്കൊക്കെയാണ് തിരിയുന്നത്. ഈ വെൽഡിംഗ് മേഖലയെ കുറിച്ച് അവർക്ക് ശരിക്കും അറിയായിട്ടാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു എതിരഭിപ്രായമല്ല. ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതുവരായിട്ടൊരു വിള്ളലും കാര്യങ്ങളും വന്നിട്ടില്ല. ഉഷാറായിട്ട് തന്നെ പോകണം. അതെ, എന്ത് പ്രൊജക്ട് എടുക്കുകയാണെങ്കിലും ഒരു വർക്ക് മെഷർമെന്റിന്റെ ടൈം വരെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് അത് ഫിനിഷ് ചെയ്യുന്ന ടൈം വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടാവുക. പിന്നെ ഞങ്ങള് പണിക്ക് ഞങ്ങളും കൂടിയായിട്ട് തന്നെയാണ് പണി ചെയ്യുന്നത്. അല്ലാതെ നമ്മള് മാറി നിന്നിട്ട് പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കണ, ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പരിപാടിയില്ല. നമ്മളും കൂടും. മലപ്പുറം ജില്ല നിലമ്പൂർ താലൂക്കിലാണ്, മൂത്തേടം പഞ്ചായത്ത്, കാരപ്പുറം സ്ഥലത്താണ് ഫേമസ് ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്.